കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന വാദം എന്ന് പറയുന്നത് ഈ ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തകരുണ്ടായിരുന്നു. ഈ ബൂത്തിനകത്തേക്ക് അടക്കം അദ്ദേഹം പ്രവേശിച്ചു. അപ്പോഴൊന്നും തന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ UDF സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിയപ്പോൾ അത് തടഞ്ഞു. അദ്ദേഹത്തെ അകത്തേക്ക് കയറാൻ ശ്രമിക്കാതെ അത് തടയുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള പരാതിയാണിപ്പോൾ LDF പ്രവർത്തകരും BJP പ്രവർത്തകരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഈ വെണ്ണക്കര ബൂത്തിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു ശാന്ത അന്തരീക്ഷമായിരുന്നെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ അതൊരു പ്രതിഷേധത്തിലേക്ക് കൂടി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഇനിയും ഇവിടെ ഏറെ വോട്ടുകൾ പോൾ ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഈ വെണ്ണക്കരയിലെ ബൂത്തിന് മുന്നിൽ ഉണ്ടായത്. ഈ ഇരട്ട വോട്ട് ആരോപണോ ആക്ഷേപമോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഈ സമയം വരെയും എവിടെയും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉയർന്നില്ല. പക്ഷേ ഇതിപ്പോൾ മറ്റൊരു വിഷയത്തിൻ്റെ പേരിലാണ്. നിലവിൽ അവിടെ കൂടുതൽ പോലീസോ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഒരാൾക്കൂട്ടവും തർക്കവും ഒക്കെ അവസാന നിമിഷമാണെങ്കിലും പോളിംഗിന് വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാരെയും പിന്തിരിപ്പിച്ചേക്കാമല്ലോ. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ച് ഇവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. രാഹുലിനെ ഇവിടുത്തെ പ്രവർത്തകർ തന്നെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു. ബാക്കിയുള്ള പ്രവർത്തകരും അവരെയും ഇവിടെ നിന്ന് ഇതിനോടകം തന്നെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാക്കി വോട്ട് ചെയ്യുന്നത്, ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് തടയരുത്, അല്ലെങ്കിൽ അത് വൈകിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ ഉണ്ടായിരുന്ന ഒരു തിരക്കും മറ്റും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ജില്ലയിൽ ഇന്ന് ഈ ഇരട്ട വോട്ടടക്കം സംബന്ധിച്ച് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അത്തരം സാഹചര്യമൊന്നും ഉണ്ടായില്ല. അത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും തന്നെ നേരിയ തോതിലുള്ള തർക്കങ്ങൾ മാത്രമാണ് നമുക്ക് പലയിടങ്ങളിലായി കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി പോളിംഗ് സെന്ററിലേക്ക് എത്തിയപ്പോൾ അത് ബൂത്തിന് അടുത്തേക്ക് കയറി പ്രവർത്തകർക്കൊപ്പം കയറി വോട്ട് ചെയ്യാൻ, അതായത് ആളുകളെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയാണ് LDF BJP പ്രവർത്തകർ ഉന്നയിച്ചത്. തുടർന്ന് അതൊരു കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ ഇവിടെ എത്തിച്ചേർന്ന പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് നന്നെ പാടുപെടേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞ കാഴ്ച. ഗോകുൽ, പാലക്കാട് വെണ്ണക്കര ബൂത്തിലാണ്, ഈ 48 നമ്പർ ബൂത്തിലാണ് വോട്ടർമാരെ സ്വാധീനിക്കാൻ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് NDA പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതിനുശേഷം LDF പ്രവർത്തകരും പോലീസുമായും LDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെയായി വലിയ തർക്കമുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് കൂടുതൽ പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ആ ബൂത്തിന് മുന്നിലുള്ള വലിയ ആൾക്കൂട്ടം ഒഴിവാക്കുകയാണ്. ഇനിയും അവിടേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും സമാധാനപരമായിരുന്നു, എങ്ങും തർക്കങ്ങൾ ഉണ്ടായില്ല. ഇരട്ട വോട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പാലക്കാടാണ് അതൊന്നുമില്ലാതെ സുഗമമായി പോയിരുന്ന വോട്ടെടുപ്പാണ്. അതിൻ്റെ അവസാന നിമിഷത്തിൽ ഒരു ചെറിയ പ്രശ്നം, അത് വെണ്ണക്കരയിലാണ്. എന്തായാലും ഇപ്പോൾ അവിടെ സാഹചര്യങ്ങൾ സമാധാനപരമാണ്. വോട്ടിംഗ് പുരോഗമിക്കുന്നു. കൂടുതൽ വോട്ടേഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നു എന്നതാണ് വിവരം.